നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. മഴക്കാല പൂർവ്വ ശുചീകരണം യോഗങ്ങളിലും സമ്മേളനങ്ങളിലും ഒതുങ്ങി. ആലപ്പുഴ പനിപ്പേടിയിൽ. കുട്ടനാട്ടിൽ ദുരന്തങ്ങളുടെ പെരുമഴക്കാലമെത്തി. ഇനി വെള്ളപ്പൊക്കത്തിന്റെയും കൃഷിനാശത്തിന്റെയും വറുതിക്കാലം. കാറ്റിലും മഴയിലും തലവടി എടത്വ പ്രദേശത്ത് വ്യാപക നാശനഷ്ടം. വാർത്തകൾ വിശദമായി. കാലവർഷം പടികടന്നെത്തിയിട്ടും ശുചീകരണങ്ങൾ എങ്ങും എത്തിയില്ല. പനിച്ചു വിറച്ച് ആലപ്പുഴ. കാലവർഷം എത്തിച്ചേർന്നിട്ടും ജില്ലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ പേരിനു മാത്രമായി ഒതുങ്ങി. പകർച്ചവ്യാധി ഭീഷണി ഉയരുമ്പോഴും ശുചീകരണത്തിന് ചുക്കാൻ പിടിക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് അനക്കമില്ല. പല പഞ്ചായത്തുകളിലും വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികളുടെ രൂപീകരണം പോലും പൂർത്തിയായിട്ടില്ല. പൂർത്തിയായ പഞ്ചായത്തുകളിൽ പദ്ധതി തയ്യാറാക്കി ആരോഗ്യവകുപ്പ് പ്രവർത്തകർ പഞ്ചായത്ത് കമ്മിറ്റികളിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല. എലിപ്പനി, ഡെങ്കിപ്പനി, ഛർദി, അതിസാരം തുടങ്ങിയ രോഗങ്ങളാണ് മഴക്കാലത്ത് ജില്ലയിൽ പടർന്നു പിടിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇവ കൂടാതെ മഞ്ഞപ്പിത്തവും കോളറയും റിപ്പോർട്ട് ചെയ്തിരുന്നു. രോഗകാരണമായ കൊതുക്, എലി എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും ജലജന്യ രോഗങ്ങൾ തടയുന്നതിനും ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് മഴക്കാല പൂർവ്വ ശുചീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും പല പഞ്ചായത്തുകളിലും നടന്നിട്ടില്ല. ആലപ്പുഴ ജില്ലയിലെ 73 ഗ്രാമപഞ്ചായത്തുകളിലും 5 നഗരസഭകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഓരോ വാർഡിനും 25,000 രൂപ വീതമാണ് സർക്കാർ അനുവദിച്ചത്. ദേശീയ ആരോഗ്യ ഗ്രാമീണ മിഷൻ, ശുചിത്വ മിഷൻ എന്നിവ 10,000 രൂപ വീതവും ശേഷിച്ച 5,000 രൂപ പഞ്ചായത്ത് നഗരസഭകൾ തനത് ഫണ്ടിൽ നിന്നും ചിലവഴിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 19 മുതൽ 21 വരെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രധാന സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ശുചീകരണം നടത്തി ക്ലീൻ പബ്ലിക് ക്ലീൻ എന്ന ക്യാമ്പയിൻ നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ മാസം കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലായിരുന്നു ഈ തീരുമാനം. എന്നാൽ നിർദ്ദേശം ഭൂരിഭാഗം ലോക്കൽ ഭരണ സ്ഥാപനങ്ങളിലും നടന്നിട്ടില്ല. മെയ് 22 മുതൽ 24 വരെ ക്ലീൻ വാട്ടർ ക്യാമ്പയിൻ നടത്താനും തീരുമാനിച്ചിരുന്നു. ഇതും എങ്ങും എത്തിയിട്ടില്ല. ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തുകയായിരുന്നു ക്യാമ്പയിന്റെ ഉദ്ദേശം. എല്ലായിടത്തും ബ്ലീച്ചിംഗ് പൗഡർ എത്തിക്കുന്ന കാര്യത്തിൽ പോലും പഞ്ചായത്തുകളിലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അലംഭാവം കാട്ടുകയാണ്. കാലവർഷം എത്തിയതോടെ ആശങ്കകളുടെ തുരുത്തിലായി കുട്ടനാട്. കുട്ടനാടിന് എന്നും കാലവർഷം സമ്മാനിക്കുന്നത് ദുരന്തങ്ങളുടെ ആവർത്തനമാണ്. രൂക്ഷമായ വെള്ളപ്പൊക്കം, ആഴ്ചകളോളം നീളുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഇല്ലായ്മകളുടെ വറുതിക്കാലം, മടവീഴ്ചയും കൃഷിനാശവും കർഷക വിലാപങ്ങൾ ഓരോ വർഷകാലത്തും ആവർത്തിക്കപ്പെടുന്നു. പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ, മണിക്കൂറുകൾ നീളുന്ന കറണ്ട് പോക്ക്, എല്ലാറ്റിനും ഉപരിയായി മരിച്ചവർക്ക് സംസ്കാരം നടത്തുവാൻ ഇടം തേടി ബന്ധുക്കളുടെ നെട്ടോട്ടം. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ദുരന്തങ്ങളുടെ നടുവിലാണ് ഓരോ കുട്ടനാട്ടുകാരുടെയും ജീവിതം. കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കും തോരാതുള്ള മഴയും കഴിഞ്ഞ പ്രാവശ്യം തകർത്തെറിഞ്ഞ റോഡുകളുടെ ശോചനീയാവസ്ഥ അതേ നിലയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. കുടിവെള്ളത്തിന്റെ കാര്യവും വ്യത്യസ്തമല്ല. നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും എങ്ങും എത്തിയില്ല. രാമങ്കരി, നീലമ്പേരൂർ എന്നിവിടങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് പണി പൂർത്തിയായി കിടക്കുന്ന ഓവർഹെഡ് ടാങ്കുകൾ ഇന്നും നോക്കുകുത്തികളായി തുടരുകയാണ്. ഇതിനു പുറമെ കേടായ പൈപ്പുകളുടെയും പൊതു ടാപ്പുകളുടെയും അറ്റകുറ്റപ്പണികൾ തീർക്കാൻ യാതൊരു സംവിധാനവും നിലവിലില്ലാത്തത് കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്താത്തതും പൊട്ടിയ പൈപ്പുകളിലേക്ക് മലിനജലം കയറുന്നതും പകർച്ചവ്യാധിയുടെ ഭീഷണി ഉയർത്തുന്നു. നടവഴിയും കുടിവെള്ളവും നൽകാതെ സർക്കാർ കുടിയിരുത്തിയ സെറ്റിൽമെന്റ് ഹരിജൻ കോളനികളുടെ അവസ്ഥയാണ് വെള്ളം പൊങ്ങുന്നതോടെ ഏറെ ദയനീയമാവുന്നത്. കാറ്റിലും മഴയിലും തലവടി പഞ്ചായത്തിൽ വ്യാപക നാശം. ശനിയാഴ്ച വൈകിട്ടുണ്ടായ കാറ്റിൽ ആനപ്രമ്പാൽ കൊച്ചുമാടിയിൽ മോഹനന്റെ വീട് പൂർണ്ണമായും തകർന്നു. കാറ്റിനെ തുടർന്ന് പല ഭാഗത്തും മരങ്ങൾ കടപുഴകി വൈദ്യുതി പോസ്റ്റിൽ പതിച്ചത് വൈദ്യുതി ബന്ധം താറുമാറാക്കി. തലവടി പഞ്ചായത്തിലെ 12ാം വാർഡിലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 3:30 ആയപ്പോഴത്തെ ഞാൻ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ ടൈം ഏകദേശം 3:30 അതിനുശേഷമാണ്. അപ്പം പെട്ടെന്ന് ഞാനൊന്ന് മയങ്ങി. പിന്നെ എന്താ സംഭവിച്ചെന്ന് പോലും നമുക്കറിയാൻ വയ്യ. പടുപടാന്നൊരു ശബ്ദം കേട്ട് ചാടി എഴുന്നേൽക്കുമ്പോൾ എൻ്റെ നെഞ്ചത്ത് മൊത്തം
ഈ ഓടും കാര്യങ്ങളും കിടക്കുന്നതായിട്ടാണ്. തലവടി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലായി കരകൃഷിക്കും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. റൈബാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കാര്യത്തിൽ എന്ത് സംഭാവന കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആത്മവിമർശനപരമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ. നിങ്ങളുടെ മുഖ്യമന്ത്രികാരില്ല, ഇവിടെ പറഞ്ഞതുപോലെ ജീപ്പ് ഉണ്ടാവില്ല. പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, വന്ന് ചാരായൊക്കെ ഉള്ള സമയത്ത് നാടൻ പാറ്റ് ഇഷ്ടം പോലെ നടക്കുന്ന സമയത്ത് നാടൻ പാറ്റ് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടി കൊടുക്കുന്നത് തൊട്ടടുത്ത കള്ളുഷാക്കുകാരനാണ്, ചാരായ ഷാക്കുകാരനാണ്. അവരുടെ വണ്ടിയിലാണ് പോയി പിടിക്കുന്നത്. അപ്പൊ അവർക്ക് ബിസിനസ് ഇൻട്രസ്റ്റുകളുണ്ട്, ആ കാര്യങ്ങൾ അങ്ങോട്ട് പിടിക്കുന്നു. കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് നമ്മൾ മോഡേണൈസേഷൻ, പോലീസ് മോഡേണൈസേഷൻ നടത്തിയപ്പോൾ കുറെ വണ്ടികൾ അവർക്ക് കിട്ടി, കുറെ ഉപകരണങ്ങൾ കിട്ടി. എക്സൈസ് വകുപ്പിന്റെ മോഡേണൈസേഷന്റെ ഭാഗം കുട്ടനാട്ടിലെ രാജ്യത്തെ പിടിക്കാൻ എന്താ സംവിധാനം ബോട്ടുണ്ടെന്നാ പറയുന്നത്. പലപ്പോഴും ബോട്ട് പ്രവർത്തിക്കാറില്ല. നെഹ്റു ട്രോഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആലപ്പുഴ. ഞാൻ MLA ആയിരിക്കുമ്പോൾ എല്ലാ മീറ്റിംഗും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ പോയി പിടിക്കാൻ പോകുമ്പോൾ സഹകരണ സംഘം ചീഫ് പ്രൊമോട്ടർ പ്രസാദ് മാത്യു അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം മുൻ MLA A. ഷുക്കൂർ നിർവഹിച്ചു. കാർഷിക ബാങ്ക് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK ഷാജി മോഹൻ, B. രാജേഷ്, TA ലീലാമ, മേരി ആൻഡ്രൂസ്, PK ജെയിൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ നഗരസഭ അധ്യക്ഷ മേഴ്സി ഡയാന മാസഡോ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് പെൻഷനായവരെ ആദരിക്കലും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും നടന്നു. മങ്കൊമ്പ് പാടി ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നെൽ കർഷകരിൽ ഇതുവരെ പണം ലഭിക്കാത്തവർക്ക് സപ്ലൈകോ വഴി കാനറ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതിന് സൗകര്യം ഒരുക്കുന്നു. ഈ മാസം 15 മുതൽ 21 വരെ അപേക്ഷിക്കുവാനുള്ള കാലാവധി. കൂടുതൽ വിവരങ്ങൾക്ക് പാടി ഓഫീസുമായി ബന്ധപ്പെടുക. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മങ്കൊമ്പ് തെക്കേക്കര യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ചൊവ്വാഴ്ച രാവിലെ 8:30 മുണ്ടകത്തിൽ ബിൽഡിംഗിൽ ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എടത്വ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ബിന്ദു ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു.
പലർക്കും പേരിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ആളാകുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനം. അക്കാര്യത്തിൽ തൊട്ടടുത്ത ആളുകൾക്ക് സഹജീവികളോടുള്ള സ്നേഹവും സഹവർഗവും ഒക്കെ പുലർത്തുന്ന ഒരു സമൂഹം നമുക്ക് ഇന്ന് അന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപകടം പറ്റിയ ഒരാൾ വഴിയിൽ കിടന്നാൽ പോലും നമുക്കത് തിരിഞ്ഞു നോക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ സംജാതമായിരിക്കുകയാണ്. അതേപോലെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും പലപ്പോഴും നമ്മുടെ പത്രമാധ്യമങ്ങൾ കാണുന്ന പോലെ വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ആളുകൾ കൊല ചെയ്യപ്പെട്ടാൽ പോലും നമ്മളൊന്നും അറിയത്തില്ല. കാരണം പരസ്പരം മനുഷ്യർ മതിലുകൾ തീർത്ത് വൻമതിലുകൾ തീർത്തിട്ട് മനുഷ്യൻ്റെ മനസ്സുകളും ഒക്കെ തന്നെ അകന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട് ഒരുപാട് സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പൊതുവെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഈ ഒരു ബോധം അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു പ്രവർത്തനമായിരിക്കണം നിങ്ങളിവിടെ ഏറ്റവും സുദീർഘമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊക്കെ അംഗീകരിക്കാൻ കഴിയുന്നൊരു പ്രവർത്തനം. ഇടത്തുവ ഗവൺമെൻറ് CSC എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ആശ്രയ കേന്ദ്രം എന്ന നിലയിൽ അതിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കുക, അവിടെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അന്നദാനത്തോളം മഹത്തായിട്ടുള്ള വേറൊരു കാര്യവും നമ്മുടെ സമൂഹത്തിലില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതോടൊപ്പം തന്നെ ഇത് തുടർന്ന് നമുക്ക് കൊടുക്കുവാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. കാരണം ഇവിടെ വരുന്ന നിർധനരായിട്ടുള്ള രോഗികൾക്ക് വേണ്ടി സഹായിക്കുവാൻ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്നും ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അതുതന്നെ ആയിരിക്കാം സമൂഹത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമെന്ന്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ടാണ് എടത്വ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രക്ഷാധികാരി KK കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് തായങ്കരി, K സതീഷ് കുമാർ, സുരേഷ് തട്ടേങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. തിങ്കളാഴ്ച മുതൽ എടത്വ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സാർത്ഥം എത്തിച്ചേരുന്ന മുഴുവൻ രോഗികൾക്കും ഉച്ചഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. ഉച്ചഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ജോർജ് പഴയപുര നിർവഹിക്കും. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി അധ്യക്ഷത വഹിക്കും. തുടർന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PS മുരളീധരൻ ബോധവൽക്കരണ സന്ദേശം നൽകും. എടത്വ ലയൺ എലൈറ്റിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. എലൈറ്റിന്റെ പുതിയ പ്രസിഡന്റായി ഗോപകുമാറിനെ യോഗം ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്തു. 15 പേരുടെ അവയവദാന സമ്മതപത്രം ക്ലബ്ബ് പ്രസിഡന്റ് ഗോപകുമാർ എടത്വ പോലീസ് സബ് ഇൻസ്പെക്ടർ ജോൺസന് കൈമാറി. തുടർന്ന് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും തയ്യൽ മെഷീൻ വിതരണവും നടന്നു. ചങ്ങനാശ്ശേരി അതിരൂപത മഹായോഗ അവലോകനം നടന്നു. ചങ്ങനാശ്ശേരിയിൽ നടന്ന സമ്മേളനം CF തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ഫാദർ തോമസ് തുമ്പയിൽ അധ്യക്ഷനായി. ഫാദർ ജോർജ്, ജോജി ചാവറയിൽ, ഫാദർ ജോസഫ് പനന്തോട്ടം, ഫാദർ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വിശ്വാസികളാണ് അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. അങ്ങനെ ഈ വർഷം കുടുംബവിശുദ്ധീകരണ വർഷം അതിന് എന്തൊക്കെ ചെയ്യണമെന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ്. അതൊക്കെ ഇരിക്കുന്നത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സമൂഹവുമായി മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ സ്വീകരണം തിങ്കളാഴ്ച മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാല പൂർവ്വ ശുചീകരണം യോഗങ്ങളിലും സമ്മേളനങ്ങളിലും ഒതുങ്ങി. ആലപ്പുഴ പനിപ്പേടിയിൽ. കുട്ടനാട്ടിൽ ദുരന്തങ്ങളുടെ പെരുമഴക്കാലമെത്തി. ഇനി വെള്ളപ്പൊക്കത്തിന്റെയും കൃഷിനാശത്തിന്റെയും വറുതിക്കാലം. കാറ്റിലും മഴയിലും തലവടി എടത്വ പ്രദേശത്ത് വ്യാപക നാശനഷ്ടം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.